വെൽക്കം ടു മ്യൂച്വൽ ഫണ്ട് ഫോർ ബിഗിനേഴ്സ് സീരീസ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ സംസാരിച്ചത് ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ സംസാരിച്ചത് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഈ എപ്പിസോഡിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. Hey, this is Christy Kunjuman. Welcome to Pravasi Fin Talks. Debt Mutual Fund. പേരിലുള്ള പോലെ തന്നെ ഡെപ്റ്റ് എന്ന് പറയുന്നത് കടം അല്ലെങ്കിൽ ലോൺ. ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന പൈസ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനി വേറെ പല കമ്പനീസിനും അല്ലെങ്കിൽ ഗവൺമെന്റ്സിനും ലോണായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ഒരു മീനിങ് ആണ്. ടെക്നിക്കൽ നമുക്ക് നോക്കാം. ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി രണ്ട് വേസ് ആണുള്ളത്. ഒരെണ്ണം ഷെയർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ബോണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ലോണായിട്ട് പൈസ എടുക്കാൻ വേണ്ടിയാണ് ഈ ബോണ്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റും അനൗൺസ് ചെയ്യും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ യൂസ് ചെയ്തിട്ട് ഈ ബോണ്ട്സ് ബൈ ചെയ്യുമ്പം ഇവർക്ക് ഈ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് എല്ലാ മാസം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ ഇൻകം ആണ്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ റിസ്ക് കുറവാണ്. അതുകൂടാതെ ഇതിനൊരു സ്റ്റേബിൾ ഇൻകം ആണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഡയറക്റ്റ് കമ്പനീസിന്റെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം അവിടെ അപ്പും ഡൗണും വരുന്നതനുസരിച്ച് നമ്മുടെ ഇക്വിറ്റി നാവ് വാല്യൂ കൂടും കുറയും ചെയ്യും. പക്ഷേ ലോങ് ടേമിൽ ഇക്വിറ്റി സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും ഒരു ഹൈ റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിലെ കേസിൽ നമുക്ക് സ്റ്റേബിൾ ഇൻകം ആയിരിക്കും, പക്ഷേ റിട്ടേൺസ് വളരെ കുറവായിരിക്കും. എന്നാലും FD അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിലൊരു ക്യാച്ച് ഉണ്ട്. ബോണ്ട് ഇക്വിറ്റി പോലെ തന്നെ ട്രേഡബിൾ ആണ്. അത് കാരണം ബോണ്ടിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമ്പനിയുടെ ബോണ്ട് 100 രൂപയ്ക്ക് മേടിച്ചു. ആ സമയത്ത് 9% വെച്ചാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സെയിം ബോണ്ട് അടുത്ത മാസം 80 രൂപയാവും. അപ്പോൾ 80 രൂപയായിരിക്കും 9% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ആ ബോണ്ട് 110 രൂപയാവും. അപ്പോൾ 110 രൂപയായിരിക്കും നമുക്ക് 9% വെച്ച് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അതെങ്ങനെയാണ് ശരിയാവുന്നത്? 100 രൂപ അല്ലേ ഞാൻ ലോൺ കൊടുത്തത്, അതങ്ങനെ 80 രൂപ ആയത്? പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു ഫാക്ടറാണ് ചേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആണ്, പിന്നെ എങ്ങനെ ചേഞ്ച് ആവുന്നത് അല്ലേ? ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് പറയുന്നത്, നിങ്ങൾ മേടിച്ച ലോൺ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ലോണിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആണ്. പക്ഷേ ആ സെയിം കമ്പനി വേറെ ആൾക്കാരിൽ നിന്ന് ലോൺ എടുത്തപ്പം അവർക്ക് വേറെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നിന്ന് ലോൺ എടുത്തപ്പം 100 രൂപയ്ക്ക് ലോൺ എടുത്തപ്പം 9% വെച്ച് എടുത്തു. പക്ഷേ ആ സെയിം കമ്പനി വേറൊരാളുടെ നിന്ന് ലോൺ എടുത്തപ്പം 5% വെച്ച് എടുത്തു. അത് കാരണം ഓവറോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കമ്പനീസ് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എക്കോണമിയുടെ ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. എക്കോണമിയുടെ ഗ്രോത്ത് സ്ലോ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കുറയും. എക്കോണമി വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. ഇപ്പോൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഈ ബോണ്ട് മൾട്ടിപ്പിൾ കമ്പനീസിനടുത്ത് നിന്നാണ് മേടിക്കുന്നത്. അത് കാരണം ഓരോ കമ്പനിക്കും ഓരോ വ്യത്യാസം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും നമ്മുടെ ഓവറോൾ നാവ് വാല്യൂവിൽ വലിയ ഡിഫറൻസ് വരത്തില്ല. രണ്ട് ടൈപ്പ് ഓഫ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഒരെണ്ണം ഷോർട്ട് ടേമും ഒരെണ്ണം ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് പറയുന്നത് 3 to 12 മന്ത്സിനിടയ്ക്ക് വരുന്നതാണ് ഈ ഷോർട്ട് ടേം ഫണ്ട്സ്. അത് ഏകദേശം 7 to 9% റിട്ടേൺസ് കിട്ടും. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈലി ലിക്വിഡ് ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് പൈസ റിട്ടേൺ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഫണ്ട് കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ലോങ് ടേം എന്ന് പറയുന്നത് 3 തൊട്ട് 5 വർഷം വരെയുള്ളതാണ് ഈ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ബാങ്ക് FDനേക്കാളും കൂടുതലാണ് കിട്ടുന്നത്. ഇത് പക്ഷേ കുറച്ചുകൂടെ ഷോർട്ട് ടേമിനേക്കാളും കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇത് രണ്ട് ടൈപ്പ് ഓഫ് പേ ഔട്ട് ഉണ്ട്. ഇതിൽ ഒരെണ്ണം നമുക്ക് എൻഡ് ഓഫ് ദ പീരീഡിൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പൈസ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി പേ ഔട്ടും ഉണ്ട്. ഈ ഷോർട്ട് ടേം ലോങ് ടേം ഡെപ്റ്റ് ഫണ്ട്സിനെ തന്നെ പിന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 7 ടൈപ്പ് ഓഫ് ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇൻകം ഫണ്ട്സ്, 2 ഡൈനാമിക് ബോണ്ട് ഫണ്ട്സ്, 3 ലിക്വിഡ് ഫണ്ട്സ്, 4 ക്രെഡിറ്റ് ഫണ്ട്സ്, 5 ഷോർട്ട് ടേം ഫണ്ട്സ്, 6 ഗിൽഡ് ഫണ്ട്സ്, 7 ഫിക്സ്ഡ് മെച്യൂരിറ്റി പ്ലാൻസ്. ആദ്യം നമുക്ക് ഡൈനാമിക് ഫണ്ട്സിനെ പറ്റി നോക്കാം. ഡൈനാമിക് ഫണ്ട്സ് ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ അസറ്റ് മാനേജർ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ പല കമ്പനീസിലും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു കമ്പനിയുടെ ബോണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ അത് സെല്ല് ചെയ്യും, അടുത്ത കമ്പനിയുടെ മേടിക്കും. അപ്പോൾ ഇതേപോലെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത്. ഇത് കാരണം ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ഫുൾ പ്രോസസ്സ് മാനേജ് ചെയ്യുന്നത് അസറ്റ് മാനേജറാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി SIP നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ബാക്കി എല്ലാ പ്രോസസ്സും ഈ അസറ്റ് മാനേജറാണ് ചെയ്യുന്നത്. അടുത്താണ് ഇൻകം ഫണ്ട്സ്. പേരിലുള്ള പോലെ തന്നെ ഇൻകം ഫണ്ട്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ മാസം ഒരു ഇൻകം ലഭിക്കാനുള്ള ഫണ്ട്സ് ആണ് ഇൻകം ഫണ്ട്സ്. ഇതിൽ അസറ്റ് മാനേജേഴ്സ് ഒരു മിനിമം 6 to 7 years ഉള്ള ലോങ് ടേം ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്താണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിന്റെ ഡ്യൂറേഷൻ മാക്സിമം 1 to 3 years ആണ്. അതുകൂടാതെ ഇനി ഇൻട്രസ്റ്റ് റേറ്റും എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന റിട്ടേൺസും വളരെ സ്റ്റേബിൾ ആണ്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ വളരെ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറ്റിയൊരു
ഓപ്പർച്യൂണിറ്റി ആണ് അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്സ്. അടുത്തതാണ് ഗിഫ്റ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ട്സ്. പൊതുവെ നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് കുറവുള്ളവർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് റിസ്ക് കുറച്ചെടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് ഗിൽറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫണ്ട്സ്. കാരണം ഇതിൽ അസറ്റ് മാനേജേഴ്സ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് ബോൺസ് മേടിക്കുന്നത്. നിങ്ങൾ അറിയാവുന്ന കൂട്ട് തന്നെ ഗവൺമെൻറ് ആണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബോറോവറും വൺ ഓഫ് ദ സേഫസ്റ്റ് ബോറോവറും. അപ്പോൾ നിങ്ങളുടെ റിസ്ക്കും കുറവാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മന്ത്ലി റിട്ടേൺസും കിട്ടും. അടുത്താണ് ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്സ്. ഇതിൽ അസറ്റ് മാനേജേഴ്സ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബോൺസ് ആയിരിക്കും അവർ മേടിക്കുന്നത്. പൊതുവേ കമ്പനീസിന് ലോൺ കിട്ടാത്തപ്പോഴാണ് അവർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ചില കമ്പനീസിന് റേറ്റിംഗ് കുറവായിരിക്കും, ചിലപ്പോൾ അവർ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കാരണം തന്നെ അവർക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കേസിൽ ചെറിയ റിസ്ക് ഉണ്ട്. കാരണം ഈ കമ്പനി പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ വാല്യൂവിൽ നമുക്ക് കുറവ് വരും. ഇനി ഇപ്പോൾ ഈ കമ്പനീസ് പെർഫോം ചെയ്യുവാണെങ്കിൽ അതേ കൂട്ട് തന്നെ നമ്മുടെ ഫണ്ട് വാല്യൂസും കൂടും. ആസ് എ ഇൻവെസ്റ്റർ എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഒരു അപ്രോച്ച് വേണം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ 20 രൂപ അല്ലെങ്കിൽ മാക്സിമം 25 രൂപ വരെ ഒരു ഹൈ റിസ്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവും. അടുത്തതാണ് ഫിക്സ്ഡ് മെച്യൂരിറ്റി പ്ലാൻസ്. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക് ലോക്കിൻ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊരു ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ സ്റ്റേബിൾ ആണ്. കാരണം ഇതിലെ ഫണ്ട് മാനേജേഴ്സ് മേടിക്കുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോൺസ് ആയിരിക്കും. അത് കാരണം തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. ഇതിന് വേറൊരു ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇതിന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് ഫിക്സ്ഡ് മെച്യൂരിറ്റി പ്ലാൻസ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക് ഫുള്ള് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കാം നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ വളരെ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫണ്ടാണ് ലിക്വിഡ് ഫണ്ട്സ് അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ട്സ്. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മോഡറേറ്റ് ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈ റിട്ടേണും വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഫണ്ടാണ് ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്സ്. മൂന്നാമത് വരുന്നത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് സ്റ്റേബിൾ ഒരു മന്ത്ലി ഇൻകം വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഫിക്സ്ഡ് മെച്യൂരിറ്റി ഫണ്ട്സ്. നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഫണ്ട് വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റിസ്ക് മോഡറേറ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് നല്ല റിട്ടേൺസും കിട്ടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഫണ്ടാണ് ഡൈനാമിക് മ്യൂച്വൽ ഫണ്ട്സ്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഹൈബ്രിഡ് ഫണ്ട്സും അതുകൂടാതെ അതർ ഫണ്ട്സ് എന്തൊക്കെയുണ്ട് അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.